അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. രാവിലെ കോരിച്ചൊരിയുന്ന മഴ, പഠിച്ചോനെ വർഷക്കാലം തുടങ്ങിയ നാവം. ഏതായാലും നല്ലോ മഴ അങ്ങോട്ട് പെജ്ജുന്നുണ്ട്. അല്ലാ, എൻ്റെ ഷാമോൻ പള്ളിക്കന്ന് വന്നിട്ടില്ല ഇതുവരെ. ഷാമോനെ, ഉമ്മ അവിടെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഷാമോനെ കുറിച്ച് ഓർത്തത്. എന്നാൽ ഉമ്മയുടെ സംസാരം കേട്ട്, വിളി കേട്ട് അതാ നുസൈബ് ഓടിയെത്തി. ഉമ്മ, എന്തേ? അല്ലുട്ടിയെ, ഷാമോ വന്നില്ലേ? മഴ എങ്ങനെ പെജ്ജണ്? എൻ്റെ പൊന്നാരുമ്മ വരാനാണല്ലോ. ഉമ്മ എന്താ ഒരുപാട് നേരം വെളുത്തു വിചാരിച്ചോ? അല്ല എൻ്റെ കുട്ടിയെ, എവിടെ ആശുപത്രിയത്തെ സ്ഥിതിയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്താ ഏതാ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഏതായാലും ഫസീലി മക്കൾ ഓലും പോയി. നവാസാണ് ആശുപത്രിയിലെയും. ആകപ്പാടൊരു ഇടങ്ങാറ്. ഉമ്മ, ഞാൻ വിളിച്ചു നോക്കട്ടെ? 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടല്ലോ, മഴ കൊണ്ട് ചിലപ്പോൾ കയറുന്ന ബുള്ളറ്റ് ആയിട്ടാണ് പോയത്. ആയിക്കോട്ടെ. അല്ലാ, എവിടെ കുട്ടികളുണ്ടല്ലോ? ഇല്ലുമ്മ. എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ ഷമ്മാസ് വന്നു. ഉമ്മ, ഒരു തോർത്ത്. ഇക്ക, ഇത് തോർത്ത്. എൻ്റെ പൊന്നാര കുട്ടിയെ, ഒരു ബൈക്കുമ്മലും വണ്ടിമ്മലും പോകുമ്പോഴും ഒരു ഹെൽമെറ്റൊക്കെ ഒന്ന് വെച്ചാണ് പോയിക്കൂടെ എനിക്ക്? എന്നാൽ അപ്പോൾ തല നനയുനാ. ഉമ്മ, ഇവിടെ അടുത്തേക്ക് പള്ളിയിലേക്കല്ലെന്ന് വിചാരിച്ചിട്ട്. പൊന്നാര മോനെ, നമ്മൾ സേഫ്റ്റിക്കും വേണ്ടിയിട്ടല്ല നിയമവും കാര്യങ്ങളൊക്കെ. അതുപോലെ പോലീസുമാർക്കും വേണ്ടിയിട്ടല്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ. അപ്പം നമ്മൾ കണ്ടറിഞ്ഞ ഹെൽമെറ്റൊക്കെ വെച്ച് പോയപ്പോൾ രണ്ടിലൊന്ന് കായ്. എൻ്റെ കുട്ടീന് തല നനയില്ലെങ്കിൽ നീരിറങ്ങുമാവാം. എടിയേ നുസിയേ? ഉമ്മ, ഒന്ന് തോർത്തെടുത്തോ? തോർത്തെടുത്താ? ഉമ്മ, ഇങ്ങോട്ട് കൊണ്ടുവര്. എൻ്റെ തോർത്തിലൊന്നും ശരിയാവില്ല, ഇവിടെ കൊണ്ടുവര്. അങ്ങനെ അത് ഷമ്മാസ് ഉമ്മയുടെ മുമ്പിൽ കൊച്ചു കുട്ടിയെ പോലെ ഇരിക്കുന്നു. ഈ കുട്ടി എന്നെ മുടി കണ്ടില്ല, മട്ടം ഇങ്ങോട്ട് മുടി ഇങ്ങോട്ട് പെരുത്തിക്കണ്. എൻ്റെ പൊന്നുമ്മ, എനിക്ക് ഉമ്മാൻ്റെ അതേ മുടിയാണ് അറിയില്ല. എൻ്റെ ഉമ്മാക്ക് ഇത്ര മുടി ഉണ്ടല്ലോ. എൻ്റെ ഉമ്മാക്ക് കാലിൻ്റെ മുട്ട് വരെ മുടി ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ഏതായാലും അര വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ മോനായി എനിക്ക് മുടിയില്ലാതൊക്കെ. എൻ്റെ പൊന്നാരെ കുട്ടിയൊന്ന് ചെറുതാക്കി ഒന്ന് വെട്ടിച്ചൊക്കെ. ഇതിപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലേ ഇതിങ്ങോട്ട് ആകപ്പാടെ നീരിറങ്ങിക്കാണ്ട് ഒക്കെപ്പാടെ വല്ല ജലദോഷം പോയനൊക്കെ പിടിച്ച അതുമായി. അല്ലാ, നവാസിന് ഏതായാലും ഒഴിവില്ല. ഫൈസലാണെങ്കിൽ അവിടെ എല്ലാത്തിനും മണ്ടിപ്പായ എൻ്റെ ഈ കുട്ടീനല്ലേ ഉള്ളൂ. അപ്പോൾ പനി പിടിച്ചാലേ ഉമ്മാൻ്റെ കുട്ടി ഗതിയുടെ കരങ്ങട് തരി എന്ന് പറഞ്ഞ് അത് ആയുഷുമ്മ ഷമ്മാസിൻ്റെ മുടി നന്നായിട്ട് തോർത്തി കൊടുക്കുന്നു. പിന്നെ ഉളുഹിയത്തിൻ്റെ ഇറച്ചി ദോശയ്ക്ക് കുറച്ച് വരട്ടാൻ പറഞ്ഞീനോ. അതും എൻ്റെ ഷാമോന് തീർപ്പതി. കുക്കറിൽ വെക്കണ തീർപ്പതില്ല. ഓനാണെങ്കിൽ അടുപ്പത്ത് വെക്കണം. അടുപ്പത്ത് വെച്ചാൽ അത് വേറെ രസമാണ്. എന്നോട് പറഞ്ഞു, ഉമ്മ ഈ കുക്കറിൽ അടിക്കാത്ത പരിപാടിയൊന്നും ഇല്ലേ? പഴയ കാലത്ത് ഇറച്ചിക്കറി എന്ത് രസമായിരുന്നു ഉമ്മ. ഉമ്മ നല്ല ചൂടുള്ള ദോശയ്ക്കൊക്കെ ഒരു ഇറച്ചിക്കറി, അതുപോലെ ചൂടുള്ള നല്ല പത്തിരിക്ക് ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ എന്ത് രസമായിരുന്നു ഉമ്മ. ഇപ്പം എന്താ പഴയ പോലെ ടേസ്റ്റ് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞു, പൊന്നാര കുട്ടിയെ, പണ്ടൊക്കെ പറഞ്ഞാൽ ഈ ഒരു മംഗലത്തിൽ ഇങ്ങനെ ഇറച്ചി തളിച്ച് വേവേനു. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അടുപ്പത്ത് വെക്കൂലല്ലോ. എൻ്റെ നുസി വെക്കൂല എന്നല്ല ഞാൻ പറയണത്. ഞാൻ തന്നെ പൊതുവെ ഇപ്പോഴത്തെ കുട്ടികളെന്നല്ല, എല്ലാവരും എളുപ്പപ്പണി നോക്കും. കുക്കർ കണ്ടിട്ട് ഒരു 2 വിസിലാണ് ചീച്ചി എന്നാണ് അടുപ്പിച്ച് ഒന്നുകൊണ്ട് സിമ്മിലിട്ടാൽ ഇറച്ചി വെന്തും. എന്നാലോ നമ്മളെ പണ്ടത്തെ ടേസ്റ്റ് ഒന്നുമില്ല. പണ്ടൊക്കെ വിറകടുപ്പിൽ കിടന്നുകാണ്ട് ഇങ്ങനെ ഒരു കണൽമ കിടന്ന് മൺചട്ടിയിൽ ഇങ്ങനെ തളച്ച് വെന്ത് ഏതായാലും 1-2 മണിക്കൂറെങ്കിലും നമ്മൾ അടുപ്പത്ത് വെക്കണം. എന്നാൽ തന്നെ അങ്ങോട്ട് വറ്റി കിട്ടുള്ളൂ. അങ്ങനെയേനു അന്ന് പറഞ്ഞാൽ തളിച്ച് വേവണം. ഇപ്പോൾ പറഞ്ഞാൽ ആവി കിടന്നങ്ങോട്ട് പുഴുങ്ങി വേവാണ്. അപ്പോൾ ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും കുഞ്ഞേ, അതാണ്. എന്നിട്ട് കുറച്ച് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി, കുറച്ചുകൊണ്ട് വെളിച്ചെണ്ണയും കുറച്ച് ചുവന്നുള്ളി ഇങ്ങോട്ട് അരിഞ്ഞിട്ടുകാണ്ട് കുറച്ച് കരിയേപ്പിന്നിലാണ്ട് ഇട്ടുകാണ്ട് ഈ ഇറച്ചിയിലിട്ട് വഴറ്റിയെടുത്താൽ എന്താ രസമെന്നോ. നല്ല രസമായിരുന്നു. അപ്പത്തെ ഒന്നും ഇപ്പോൾ കിട്ടൂലല്ലോ മോനെ. എന്നാൽ നുസൈബ ഉമ്മ പറയുന്നത് കേട്ടിരുന്നു. എന്നാൽ ഇന്ന് ആദ്യമേ നുസൈബ ചെയ്തത് മറ്റൊന്നുമല്ലായിരുന്നു. ഫ്രീസറിൽ നിന്ന് ഇറച്ചി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിരുന്നു. രാവിലെ പുലർച്ചെ തന്നെ അവൾ അതെടുത്തങ്ങ് വെള്ളത്തിലിട്ട് മുറിച്ചു. എന്നാൽ വേഗം വിറകടുപ്പിൽ തന്നെ മൺചട്ടിയിലാണ് നുസൈബ ഇറച്ചി വെക്കുന്നത്. അത് ഷമ്മാസിൻ്റെ ഒരു ആഗ്രഹം. അതെ, ഇക്കാക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ഞാനല്ലേ. ഉമ്മ ചെറുപ്പകാലത്തൊക്കെ നോക്കിയെങ്കിൽ ഇപ്പം ഞാനല്ലേ. അങ്ങനെ അത് നുസൈബ നന്നായിട്ട് വിറകടുപ്പൊക്കെ കത്തിച്ച് നല്ല ഉഷാറായി മൺചട്ടിയിൽ ഇറച്ചിക്കറി വെക്കുന്നു. ഇറച്ചി തിളക്കുന്ന ഒരു സ്മെല്ലും ഒരു ശബ്ദവും കേട്ടുകൊണ്ട് ഷമ്മാസ് അടുക്കളയിലേക്ക് എത്തി. നല്ല മഴ, നല്ല ഇറച്ചിക്കറിയുടെ മണം. എന്തേത് സ്പെഷ്യല്?
ഇക്ക ഇന്ന് ദോശയാണ്. ദോശ? ഓ, ദോശയും പിന്നെന്താ? ദോശയുണ്ട്, പിന്നെ ഇതാ ബീഫ്. ഓഹോ, അടുപ്പത്താണോ പെണ്ണെ വെച്ചത്? എൻ്റെ പെണ്ണെ, എന്തിനെൻ്റെ കുട്ടി കഷ്ടപ്പെടുന്നത്? ഞാനങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ ഉമ്മയോട് വെറുതെ ചോദിച്ചതാ, എന്താ ഉമ്മ പഴയ ആ ടേസ്റ്റ് ഇപ്പോൾ കിട്ടാത്ത ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞതല്ലേ. അതിനെന്താ ഇക്ക, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വെക്കാലോ, എനിക്കിഷ്ടം. പക്ഷെ ഉമ്മയാണ് പറയലേ അടുപ്പത്ത് വെക്കൊന്നും വേണ്ട, വേഗം ഗ്യാസുമ്മേലാണ്ട് വെച്ചിങ്ങോട്ട് പോന്നാളാ. ഉമ്മ പിന്നെ കൂടുതൽ അടുക്കളയിൽ നിർത്തി പണി എടുപ്പിക്കാൻ ഉമ്മ സമ്മതിക്കൂല. ഉമ്മാൻ്റെ പണിയാണ് മറി ഗ്യാസുമ്മ വേഗം വെച്ചാളെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ്. ഇന്ന് ഏതായാലും എൻ്റെ ഇക്കാക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ നല്ല ഇറച്ചിക്കറി അടുപ്പത്ത് വെക്കുന്നുണ്ട്. എൻ്റെ പെണ്ണേ, നീ എൻ്റെ മനസ്സറിഞ്ഞവളാ അല്ലേ എല്ലാത്തിനും. ഇക്ക, അത് പിന്നെ പറയണോ, എനിക്ക് അള്ളാഹു നൽകിയ നിധിയാണ് പെണ്ണെ നീയെ. എന്നാൽ അതാ ഷമ്മാസ് അവളുടെ 2 കവിളികളും പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലൊരു ചുംബനം കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. പെട്ടെന്ന് ഉമ്മ, വേണ്ട, അതിനിപ്പോൾ എന്താ ഇന്നത് പേടിക്കാനേ? അല്ല, ഈ ഇക്ക ഉമ്മ കണ്ടോന്നാവോ? അതിനെന്താ പെണ്ണ്, നീ എൻ്റെ പെണ്ണല്ലേ? ഞാൻ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അല്ല ഇപ്പം ഇത് കാണാത്തല്ലേ? പിന്നെ നിങ്ങൾ ഇത്ര കുറവാകാൻ നാണം കെടാൻ. പുതിയാപ്പിൾക്കേ മൺചട്ടിയിൽ ഇറച്ചി വെച്ച് കൊടുക്കണേ സന്തോഷം കൊണ്ടായിരിക്കും. ആയിക്കോട്ടെ, ഞാൻ ഇവിടുന്ന് പോയി തരാം. ഉമ്മ, എന്തുമ്മ നിങ്ങളെ പറഞ്ഞു? അതിനെന്താ മക്കളെ, ഇതൊക്കെ എൻ്റെ സന്തോഷമാണ്. നിങ്ങളിങ്ങനെ നിൽക്കണം. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തൊട്ടു ഉഴിഞ്ഞും ചുംബനങ്ങൾ നൽകിയും സ്നേഹം പ്രകടിപ്പിച്ചും സംസാരിച്ചും നിൽക്കുമ്പോഴേ ഉമ്മാൻ്റെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ്. നിങ്ങൾ ഈ തെറ്റിപ്പിരിഞ്ഞും മിണ്ടാതെയൊക്കെ നിൽക്കുമ്പോൾ ഉമ്മാക്ക് ഇടങ്ങാറാണ്. അതാണ് ഉമ്മാക്ക് എന്തൊരു സന്തോഷമാണെന്നോ നിങ്ങളെ കാട്ടിക്കൂട്ടൽ. സത്യം പറഞ്ഞാൽ അതാ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, ഷമ്മാസിന് ആകപ്പാടെ എന്തൊക്കെയോ ആയിപ്പോയി. നുസൈബിയാണ് ഉമ്മാൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കാൻ അവൾക്ക് മടി തോന്നി. നുസിയെ, ഇറച്ചി വെന്തടി, വേവുണ്ടതിനെ ഒന്ന് നോക്കട്ടെ. അങ്ങനെ അതാ ആയുഷുമ്മ അടുപ്പത്തേക്കെത്തി ചിരട്ടക്കയിൽ കൊണ്ട് മൺകുടുക്കയിൽ തിളച്ചു മറിയുന്ന ഇറച്ചിയിൽ നിന്ന് അല്പമെടുത്ത് ഉമ്മ വായിട്ട് നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നും കൂടി വന്നോട്ടെ ട്ടാ. ഉമ്മ, ഉപ്പുണ്ടോ നോക്കിയോ? ഉപ്പൊരു കമ്മി കുറച്ച് നിരട്ട് കൊടുത്താളാ. പിന്നെ കുരുമുളകൊക്കെ ഇട്ടിക്കണില്ലേ? ഷാമോന് വലിയ എരിവ് പറ്റൂലേ, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെയൊക്കെ കുരുമുളക് പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടാൽ വലിയ രസമാണ്. കുഴപ്പമില്ല, രസമുണ്ടടി. പിന്നെ നമ്മളെ ഇറച്ചി വെക്കുമ്പോൾ എന്നോടിപ്പോൾ എൻ്റെ വല്യമ്മ പഠിപ്പിച്ചത് അങ്ങനെയാണോ? ഇമ്മയൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇറച്ചി വരട്ടാൻ വെക്കുമ്പോൾ നമ്മൾ ഈ തക്കാളിയും വല്യുള്ളിയും ഒന്നും ഇടരുതേക്ക്. നല്ലോണം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചിട്ടുങ്ങാണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചുകാണ്ട് തീ വെച്ച് നോക്കണേ, എന്തോ ഒരു രസേക്കാരം. പണ്ടത്തെ കാലത്ത് നിന്ന് ഒലോയ്യത്തിൻ്റെ ഇറച്ചിക്ക് വെള്ളം പാറൂലേനു. ഇപ്പം പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഉറ്റിച്ചാഞ്ഞാലും വെച്ചാൽ തോന്നുന്നുണ്ട്. ഇപ്പം പിന്നെ മൺകുടുക്കിയിലൊന്നും ആരും വെക്കണില്ലല്ലോ. അതിന് തന്നെ വെള്ളം ഇറങ്ങി വരും. അങ്ങനെയേനു. ഏതായാലും പണ്ടത്തെ ടേസ്റ്റൊന്നും ഇപ്പം അങ്ങോട്ട് തോന്നുന്നില്ല. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ല. അങ്ങനെ അതാ ആയുഷുമ്മ ഇറച്ചിയുടെ ടേസ്റ്റ് നോക്കി. ഉമ്മ, എന്നാൽ ഇനി ചായ കുടിക്കല്ലേ? മക്കളെ, ഇനിയിപ്പോൾ എന്നാൽ പിന്നെ ചായ കൂട്ടിക്കോ. ഷാമോനെ, എടാ, എന്തോ ഉമ്മ, ആശുപത്രിക്ക് ഒന്ന് വിളിച്ചോ കുഞ്ഞേ, ഒന്ന് പോയി നോക്കി കളി. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ പറയാൻ പറ്റൂലല്ലോ, വല്ല മാറ്റം വന്നിക്കണോ. എൻ്റെ കുട്ടി ഇടങ്ങാറായി. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാം, ഓൻ ഇടങ്ങാറായി. ഓന് ഗൾഫിൽ നിന്ന് മണ്ടിപ്പാഞ്ഞ് ഇവിടെ എത്തിയപ്പോണെങ്കിൽ ഇങ്ങനെയും ഓൾക്ക് ബോധമില്ല, കഥയില്ല, അന്തുമില്ല, ഓരോന്ന് നല്ല മട്ടത്തിന് ഇവിടെ നിൽക്കുകയല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ഫിത്തിലേക്കാണ്ട് ഇറങ്ങും. പിന്നെ ഈ കോലത്തിൽ ഇങ്ങോട്ടാവും. അല്ലെങ്കിൽ പോളമ്മാനൊക്കെ വിശ്വസിച്ച് അവിടെ നിൽക്കാൻ പറ്റുമോ? ആ കുട്ടിക്ക് അറിയണമല്ലേ, വല്ലാത്തൊരു പുതുമ. ഒന്നും മാണ്ടില്ലേനു. ആ പേരയും കൂടി ഒന്നും മാണ്ട, അതൊക്കെ ഓലെടുത്തോട്ടെ, കടുപ്പം കാട്ടാഞ്ഞാൽ മതി. സൗദൊക്കെ ഇവിടെ നിൽക്കാമല്ലോ. എന്തിനു വെച്ചിട്ട് അങ്ങോട്ട് മണ്ടിയതോള്? ഒന്നും മാണ്ട, ഒക്കെ ഓലോലെ മട്ടത്തിന് അങ്ങനെ എടുത്തോട്ടെ. നവാസ് ഏതായാലും മുണ്ടാതെയും പറയാതെ ഒരു പേരയും കൂടിയൊക്കെ കൊണ്ട് എടുത്തു കൊടുത്തു. ഇപ്പം ആണെങ്കിൽ ഒരു ഉപകാരത്തില്ലേനും അതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു വാക്ക് തള്ളാരോട് പറഞ്ഞു വെച്ചിക്കണമൊന്നും പറ്റുന്നില്ല. എന്നാൽ എൻ്റെ ഷമ്മാസ് ഇതാ, ഓനിപ്പോൾ ഒരു പേരയും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു എന്തുണ്ടെങ്കിൽ ഓൻ എന്നോട് പറയും, പറയാതിരിക്കൂല. അപ്പോൾ പിന്നെ അമ്മമാരെ പ്രാർത്ഥന ഉണ്ടാവും. പെട്ടെന്ന് ഷമ്മാസിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് മറ്റൊന്നും ആയിരുന്നില്ല. റബ്ബേ, റാഹിലയും ഷെറീനയും സ്വർണ്ണാഭരണങ്ങൾ എടുത്തത്. പഠിച്ചോനെ, അതേ ഉമ്മാനോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ, എന്നാലും അൽഹംദുലില്ലാ കിട്ടിയല്ലോ. സെമീറത്തത് കൊണ്ട് തന്നല്ലോ, അൽഹംദുലില്ലാ. റബ്ബേ, അതെങ്ങാനും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിനു തന്നു? ഉമ്മാൻ്റെ സ്നേഹവും ഉമ്മാൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു.
ഏതായാലും പൊന്നാര മക്കളെ, എന്ത് കാര്യമാണെങ്കിലും എന്ത് തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ പെറ്റ തള്ളാരോടൊന്ന് പറഞ്ഞോണ്ടി. പെറ്റ തള്ളാരോട് പറഞ്ഞാൽ ഓലൊരു ദുആയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകുമ്പോഴേ ഓലെ മനസ്സൊന്ന് വിങ്ങി പൊട്ടി പഠിച്ചവനോട് പറഞ്ഞു, പഠിച്ചവനെ എൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ തുടങ്ങുന്നുണ്ട്, പഠിച്ചവനെ നീ വിജയിപ്പിച്ച് കൊടുക്കുന്നൊരു പ്രാർത്ഥന കിട്ടിയാൽ മതി. ഇതിപ്പോൾ അറിഞ്ഞിക്കണം നമ്മളന്ന് പോയപ്പോഴും അറിഞ്ഞിട്ടില്ല അല്ലേ ഷമ്മാസേ? നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇതാ വലിയൊരു ബമ്മാട് അവിടെ എടുത്തിട്ടിക്കണം. ഞാൻ ചോദിച്ചില്ല ഇതിപ്പോൾ ആരെ പേരെന്ന് നിൽക്കുക, അതറിയില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കഴിച്ചിലായി. എന്താ പോൽക്കുള്ളതന്നെയല്ലേ, നമുക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, എടുത്തെടുത്തോട്ടെ, എടുത്ത് കൊടുക്കണമല്ലോ. പെണ്ണുങ്ങളോടത്തോട് കഴിവില്ലാത്തവരാണെങ്കിൽ എന്തായാലും പുതിയാപ്പിളാർ മരക്കൾ എടുത്ത് കൊടുക്കേണ്ടി തന്നെയാണ്. അതൊക്കെ കൂലിപ്പാടുള്ള കാര്യമല്ലേ. അതിപ്പോൾ മറച്ചും ഒളിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. നവാസ് അത് മുണ്ടിയതുമില്ല, പറഞ്ഞതുമില്ല. ഇനിയിപ്പോൾ ആ തള്ളങ്ങാനും പറയണ്ട തന്നക്കണാവോ ആർക്കറിയാം. ഏതായാലും അങ്ങനെ ഉണ്ട് ഇതാട്ടെ, ഓർക്ക് നല്ല മട്ടത്തിന് അവിടെ നിൽക്കാൻ കഴിയട്ടെ. എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് വിളിക്കുന്നു നവാസിന്. നവാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, ആ ഇക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എങ്ങനെയുണ്ട് ഇക്ക? എന്താ പറയുക, അതുപോലെ തന്നെ. ഷമ്മാസേ, ഞാൻ കഴിയൂലട്ടോ, ഞാൻ ഇവിടെ ഇട്ടിട്ട് പോവാണ്. എന്തൊക്കെ നിങ്ങളീ പറയണത്? നിങ്ങളെ ഭാര്യയല്ലേ? ഭാര്യ തന്നെയാണ്, ഭാര്യ ആയതുകൊണ്ട് തന്നെ നിന്നത്. പക്ഷേ നല്ല ഭാര്യയാണെങ്കിൽ നിൽക്കായിരുന്നു. ഇതിപ്പോൾ ഇതാ ഒന്ന് ലെവലായി കഴിഞ്ഞാൽ സ്വഭാവം ആരോ പറയാൻ പറ്റൂലല്ലോ. അതാണ് ഏറ്റവും കേട്, അല്ലാത്തൊരു പുതുമ. എനിക്കിടെ കമ്പനി ലീവ്, എനിക്ക് പോകണം, എനിക്ക് ലീവില്ല. എൻ്റെ പൊന്നോ നവാസ്ക, നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ കുറച്ച് നേരം പിടിച്ച് നിൽക്കി. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവരാ കറക്റ്റ് ടൈമിന് ചെയ്യേണ്ടതല്ലേ. അതൊക്കെ എൻ്റെ പൊന്നു ഷമ്മാസേ, ഞാൻ എന്താടാ ചെയ്യുക ഇവിടെ? എങ്ങനെ എനിക്കൊരു അന്തം വിടൽ ഇവിടുന്ന്. ഇത് ഒരുത്തി ഇങ്ങനെ അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്. ഉമ്മാനടുത്ത് ഫോൺ കൊടുത്തേ. ആ കൊടുക്കാം, ഇതുമ്മ ഫോണ്. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്തേ കുഞ്ഞ് വർത്താനം? ഉള്ള വർത്താനം എന്താ? വല്ല മുണ്ടാട്ടോ പിടിച്ചാട്ടോ എന്തെങ്കിലും ഉണ്ടാ? എൻ്റെ പൊന്നാരമ്മ, എന്നെക്കൊണ്ട് ആവൂലത്. എന്തേ? അല്ലേ, ഇതിങ്ങനെ നിന്ന് ഞാൻ മടുക്കണം ഇവിടെ. എനിക്ക് കുട്ടികളില്ല, മക്കളുമില്ല, ഭാര്യയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ലാത്ത രീതിയിൽ ഒരു മുണ്ടും പറയുകയും ചെയ്യാത്തൊരു സാധനത്തിൽ നോക്കി ഞാൻ ഇവിടെ അങ്ങ് നിൽക്കുകയാണ്. എന്നെക്കൊണ്ട് ആവണില്ല. ഇത് ഇനി വല്ല ആളെങ്ങ് നിർത്തിയാലോ? എൻ്റെ പൊന്നാര കുട്ടി, അമ്മാൻ്റെ കുട്ടി 2 ദിവസം കൂടി ഇവിടെ നിൽക്കേ, ശരിയായി വരുവോളേ. എൻ്റെ ഉമ്മ നല്ലൊരു പെണ്ണാണെങ്കിൽ നോക്കായിരുന്നു സ്നേഹത്തോടെ. ഇതിപ്പോൾ ഒന്നുമില്ലല്ലോ. എൻ്റെ കുട്ടിയെ ഇവിടെ വിട്ട് അവൾ പോയിക്കാണ്. എന്തിനു വേണ്ടിയിട്ട് ഇവരൊക്കെ ഞാൻ നോക്കി നിൽക്കണത്? ഉള്ള കള്ളത്തരങ്ങളും ഫിത്തിനെയും ഫസാദും ഒക്കെ അവിടെ ഇവരെടുത്ത് ഉണ്ടാവും ചെയ്യും. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നടക്കൂലട്ടോ. ഞാൻ അങ്ങോട്ട് വരികയാണ്. എന്താ എൻ്റെ പൊന്നാര നവാസ് എജ്ജി പറയണത്? ആ കുഞ്ഞിക്കത്തി സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞു. പിന്നെ എന്താ മറ്റോളെ കാണാനില്ല എന്നും പറഞ്ഞു കേട്ടു. ഇപ്പം വിളിച്ചിരുന്നു, ആ നജീബ് പോലീസ് വിളിച്ചു കണ്ട് പറയുന്നുണ്ട് മറ്റോളെ കാണാനില്ല. കുഞ്ഞിക്കതിയാണെങ്കിൽ അവിടെ സ്റ്റേഷനിൽ അവിടെ കോടതി കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. എൻ്റെ പൊന്നാരമ്മ, ഇത് ഒരു വൃത്തികെട്ട കുടുംബമാണമ്മ. പ്രത്യേകിച്ച് ഈ തള്ളി മക്കളും. ആ തന്തര ഞാൻ പറയണില്ല, അയാൾ പാവാണ്. ഇവരുമ്മ ഞാനുമ്മ എത്ര ലക്ഷങ്ങളാണ് ഞാനുമ്മ അവർക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 1 2 അല്ല, എത്രയാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു നന്ദിൻ്റെ ഒരു വാക്കുണ്ടല്ലോ, അതില്ല. വേണ്ട, നന്ദിയൊന്നും വേണ്ട. നല്ല രീതിയിലൊന്ന് നിന്നാൽ പോരെ, നല്ല രീതിയിലൊന്ന് ജീവിച്ചാൽ പോരെ. എന്താ ഇവരൊക്കെ ആൾക്കാരെന്നോ വല്ലാത്തൊരു ജന്തുക്കളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തു, എല്ലാം ഉണ്ടാക്കി കൊടുത്തു. വലിയ വീട്, വാഹനം, അവർക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ. ഉമ്മ, ഇനി ആവൂല. ഇവർക്ക് എത്ര കൊടുത്താലും നന്ദിയില്ലാത്ത വർഗ്ഗമാണ്. എൻ്റെ പൊന്നാര കുട്ടിയെ, ഉമ്മാൻ്റെ കുട്ടി ചെയ്ത ഗുണം എടുത്ത് പറയല്ലിട്ടോ. ചെയ്ത ഗുണം എടുത്ത് പറഞ്ഞാൽ എന്താണ്? ഛർദ്ദിച്ചത് മടക്കി തിന്ന നായയെ പോലെയാണെന്നാ. ഒരിക്കലും നമ്മൾ ചെയ്തത് പറയരുത്. പിന്നെ നമുക്കതിൻ്റെ പ്രതിഫലം പോയി കിട്ടിയില്ലേ? അല്ലുമ്മ, ഞാനൊന്നും ഉണ്ടായിട്ടില്ല പറയുക. എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അവർക്ക് കണക്കും കൈയില്ലാതമ്മ. എൻ്റെ ആ വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫുള്ള് ക്യാഷും അതിൻ്റെ ലാഭവും ഞാൻ അവളുടെ അക്കൗണ്ടിലേക്കാക്കിയിട്ടാണ് ഞാൻ കൊടുത്തത്. അതിലൊന്നും ഞാൻ ഒരു മാറ്റം വരുത്തിയില്ല. അവർക്കൊക്കെ എങ്ങനെ വെച്ചാൽ അവർ ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. എന്നിട്ടുമ്മ ഇവർ കാട്ടിക്കൂട്ടണം നോക്കുമ്മ. എൻ്റെ പൊന്നാര കുട്ടിയെ, ഉമ്മ എന്താ പറയുക?
ഇതൊന്ന് ക്ഷമിച്ചോ, പഠിച്ചോൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് അതിനുള്ള കൂലി ഉണ്ടാവും. മനക്കുട്ടി ക്ഷമിച്ചോളി കേട്ടാ. മനക്കുട്ടി ക്ഷമിക്ക്. എന്നാൽ ഈ സമയം അതാ സൗദ, അവൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഡോക്ടർ വന്നു. ഉമ്മ, ഡോക്ടർ വന്നിട്ടാ. ഓക്കെ. സൗദ, എഴുന്നേൽക്ക്, എഴുന്നേറ്റിരിക്കുമോ? അതെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സപ്പോർട്ട് എടുത്തേ. അങ്ങനെ തന്നെ നവാസ് സൗദയെ താങ്ങിയിരുത്തി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരിക്കുന്നു. സൗദ, ഇത്രയ്ക്കും സ്നേഹനിധിയായ ഭർത്താവ് ഉണ്ടായിട്ട് നീ എന്താ ഇങ്ങനെ? നീ എന്താ, നിൻ്റെ ഓർമ്മ എവിടെ പോയി? നിനക്കൊന്നും ഓർമ്മയില്ലേ? നീ ആരുടെ അടുത്താണ് ഇരിക്കുന്നത്? നവാസല്ലേ പേര്? നവാസിൻ്റെ അടുത്തല്ലേ നിൽക്കുന്നത്? എന്താ ഇപ്പോഴും ഇങ്ങനെ ഒരു മൂകമായ സ്ഥിതിയിലെ? പറയൂ സൗദ. സൗദക്ക് അതെ നവാസ്, ഇവൾക്കൊന്ന് നമുക്കൊന്ന് കൗൺസിലിംഗ് പോലെ ഒന്ന് കൊടുക്കേണ്ടി വരും കേട്ടോ. കാരണം ഈ ഒരു രീതിയിൽ മെഡിസിൻസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 ദിവസമായി. പക്ഷേ യാതൊരു രീതിയിലുള്ള എഫക്റ്റും കാണാത്തത് കൊണ്ട് നമുക്ക് വേറെ വല്ലതും നോക്കാം. ഓക്കെ സാർ, ഇതിപ്പോൾ എത്ര ദിവസം? ഇത് ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ആയിരിക്കും മിക്കവാറും. കുറച്ച് കാലം 6 മാസം 8 മാസം എന്തായാലും പിടിക്കും, 1 വർഷം ആവും ക്ലിയർ ആവാൻ. സർ, അപ്പോൾ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം, അതേ ഉണ്ടാവുള്ളൂ. ഒരുപാട് 5-6 മാസമൊക്കെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുകയെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയണില്ല. അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എന്താ പറയുക, തെറാപ്പി കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അത് റെഡിയാക്കി വരും. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും മെഡിസിൻസ് ഒരുമിച്ച് കലക്കി കൊടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തലച്ചോറിൻ്റെ പ്രവർത്തന ക്ഷമത വരെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? അതിനേക്കാൾ നല്ലതേ ഇവൾക്ക് കുറച്ച് വിഷം വാങ്ങി കൊടുക്കുകയായിരിക്കും. അതാകുമ്പോഴേ അതപ്പെങ്ങ് മരിച്ചോളും. ഇത് എന്താ വെച്ചാൽ നിരകിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ, അതായത് ഓർമ്മയില്ല, വല്ലാത്തൊരവസ്ഥ. എന്താ വേണ്ടത്? സർ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അല്ലാതെ ഇവിടെ എനിക്ക് ഒരു ഒറ്റപ്പെടൽ ഹോസ്പിറ്റലിൽ എനിക്ക് കഴിയുന്നില്ല. നവാസ്, നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ ആയിക്കോട്ടെ. നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്ത് നല്ല രീതിയിൽ കെയർ ചെയ്യണം. അങ്ങനെ ആയാൽ 1 വർഷം കൊണ്ടൊക്കെ ഓക്കെ ആയി തീരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും ഡോക്ടറുടെ വാക്ക് കേട്ട നവാസ്, വല്ലാത്തത്. മറ്റത് ഹോസ്പിറ്റലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല, ഒരിക്കലും അത് നടക്കൂല. അതായത് ആകെ മടുത്തു പോകുന്ന, വെറുത്തു പോകുന്ന. നവാസ്, പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിനുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എഴുതി തരാം. പക്ഷേ കെയർ ചെയ്യണം. നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ പഴയ രീതിയിലായി വരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെയായാലും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നല്ല രീതിയിൽ കൊടുക്കുക തന്നെ വേണം കേട്ടോ. സൗദ, ഡോക്ടർ വിളിച്ചു. സൗദ എന്താണ് ഇത്? അഭിനയിക്കുകയൊന്നുമല്ലല്ലോ. ഡോക്ടറുടെ ആ ഒരു വാക്ക് കേട്ട് നവാസ് ഒന്ന് ഞെട്ടി. സൗദ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അവൾ മുഖത്തേക്ക് തുറിച്ചു നിൽക്കുന്നു. അതെ, ഞാൻ പറയാം കുട്ടി, നിങ്ങൾ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും സമയമെടുക്കും കേട്ടോ. പെട്ടെന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ മൂലക്കരിക്കേണ്ട അവസ്ഥയായിരിക്കും. അവൾ പതുക്കെ ഒന്ന് മൂളി. എന്നാൽ നവാസ് ഒരു നിമിഷം, ഇതിപ്പോൾ ഓക്കെ ആവുന്നുണ്ട്. അവർ പതുക്കെ ഒരു മരുന്നിനോട് പ്രതികരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടെ കൂടുതൽ ദിവസം ഹോസ്പിറ്റലിൽ ഞങ്ങളിവിടെ നിർത്തുന്നില്ല. കാരണം വെറുതെ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ ഓരോ ദിവസവും അതിൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, നല്ല ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് കൊണ്ട് തന്നെ. സർ, ക്യാഷിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമല്ല, അസുഖം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അത് പിന്നെ കൊടുത്തവരോട് തന്നെ പറയേണ്ടി വരും. അത്രക്കും അതിനെതിരായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് നൽകിയിട്ട് ആ ഒരു ബുദ്ധിശക്തിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നമ്മളായിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ടൈം ആകുമ്പോഴത്തേനും ഓക്കെ ആവേണ്ടതാണ്. ഇവൾക്ക് ഇതെന്ത് പറ്റിയെന്ന് എനിക്കറിയുന്നില്ല. അതായത് നല്ല ഡോസിലങ്ങ് കൊടുത്ത് വിട്ടിട്ടുണ്ടാവും. അല്ല, ഇതിപ്പോൾ ആരാ കൊടുത്തതെന്നുള്ളത്. എന്നാൽ നവാസ് മൗനം പാലിച്ചു. സ്വന്തം പെറ്റ തള്ളയാണിത് കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ല. പിന്നെ ഇവർക്കെതിരെ കേസ് പ്രത്യേകം ഒന്ന് എടുക്കേണ്ടി വരട്ടെ. ഒരു ജീവനാണ് ഇല്ലാതാക്കുന്നത്, ഒരു ജീവിതമാണ് ഇല്ലാതാക്കുന്നത്. അതെ, ഞങ്ങൾക്ക് എന്തായാലും തൽക്കാലം ഈ ഒരു കേസ് ഒന്ന് ഫയൽ ചെയ്യേണ്ടി വരും. അതായത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ട്രീറ്റ്മെൻറ്റുകൾ ഉപദ്രവിക്കുന്ന രീതിയിലുള്ളതൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ്
നൽകണമെങ്കിൽ തന്നെ അതിൻ്റേതായ സത്യാവസ്ഥ അറിയണം. ഇത് ശരിക്കും ഒരു കൊലപാതകത്തിന് തുല്യമാണ്. അതായത് ഒരാളെ ജീവിതത്തിൽ നിന്ന് അങ്ങ് അകറ്റി മാറ്റുക, ഒരിക്കലും അവർക്ക് ഓർമ്മശക്തിയില്ലാത്ത ഏതോ ഒരു ലോകത്ത് ജീവിക്കുക, ഒരാളോട് ചെയ്യുന്ന ഏറ്റവും കഠിനമായ ഒരു മോശം പ്രവൃത്തിയാണ് ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് കേസൊന്ന് ഫയൽ ചെയ്യേണ്ടി വരും. അതായത് ഇങ്ങനെയുള്ള ആളുകൾ, ഇനിയും ഒരുപാട് ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഓരോരുത്തരും ഉപദ്രവിക്കുന്നുണ്ടാവും. എന്തൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? പിഞ്ചു കുട്ടികളെ അടക്കം അടിച്ച് കൊല്ലുന്ന അവസ്ഥ, വെട്ടിക്കൊല്ലുന്നു ഉമ്മയെ, ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു, നേരെ തിരിച്ച് ഭർത്താവിന് വിഷം കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കേസസുകൾ വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഫയൽ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഒരു ഇത് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെയധികം എന്താ പറയുക, ഉറക്കത്തിലേക്ക് അങ്ങോട്ട് തള്ളിയിടുക, ഒരിക്കൽ പോലും ഓർമ്മയില്ലാത്ത അവസ്ഥ ആകുക, അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇതിലും വേണ്ടി. രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ട് തന്നെ നമുക്ക് രക്തമൊന്ന് മാറ്റിയെടുക്കുവാനും അതിനൊക്കെ നല്ല റിസ്ക് തന്നെയാണ്. അതൊക്കെ ഒന്ന് ശരിയാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾക്ക് ഈ കേസൊന്ന് ഫയൽ ചെയ്യണം. ഈ ഒരു വ്യക്തിക്കെതിരെ ഈ കുട്ടി ബോധം തെളിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും എന്തായാലും ഒരു കേസ് കൂടി ഉണ്ടാവും കേട്ടോ. സർ എന്താ വെച്ചാൽ ചെയ്യുക, എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോവാം. അങ്ങനെ അത് ഡിസ്ചാർജിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി തുടങ്ങുന്നു. എന്നാൽ ഈ സമയം അതാ ഐഷുമ്മയോട് നവാസ് വിളിക്കുന്നു. ഹലോ ഉമ്മ. ആ മോനെ എന്തായടാ ഉമ്മ? ഇതുമ്മ 5-8 മാസം പിടിക്കും, 1 കൊല്ലം പിടിക്കും എന്നൊക്കെ പറയണമെന്ന് ലെവലായി കിട്ടാൻ. പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. എനിക്ക് ഗൾഫ് പോകണം. എൻ്റെ പൊന്നാര മോനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒന്നുമല്ല, വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു നിമിഷം അതാ ഐഷുമ്മ ഞെട്ടി. റബ്ബേ, ഇനിയിപ്പോൾ അല്ല മോനെ, നമ്മളെ വീട്ടിൽ തന്നെയല്ലേ കൊണ്ടുവരുന്നത്? അല്ലാതുമ്മ അവിടെ കൊണ്ടുപോയിട്ട് എന്താ? അല്ല ഞാൻ ചോദിക്കുക, അവിടെ കൊണ്ടുപോയാൽ ബാക്കി വെക്കൂല, അതന്നെ കൊന്നില്ലാതാക്കും, കിണറ്റിക്കൊക്കെ തള്ളിയിടും, വിഷം കൊടുക്കും, പലതും ചെയ്യും. അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് കൊടന്നാളി. അല്ല അപ്പോൾ എന്താ ചെയ്യുക? ഓരോന്ന് കാട്ടിക്കൂട്ടും, ലാസ്റ്റ് നമ്മളെ തലയിക്കാനായി വരുന്നത്. സാരമില്ല, നമ്മൾ പഠിച്ചവൻ്റെ പ്രതിഫലം വിചാരിച്ച് നോക്കുക, അല്ല അപ്പോൾ എന്താ കാട്ടുക? ശരിക്കും ഐഷുമ്മക്കൊരു വിഷമമായത് കാര്യം മറ്റൊന്നുമല്ല. അവർ തന്നെ ഓരോന്ന് കാട്ടിക്കൂട്ടി അവൾ അവിടെ പോയി ഇവിടെ പോയി ഇതാക്കിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കേണ്ട അവസ്ഥയായിപ്പോയി. എന്നാലും വണ്ടിയില്ല പഠിച്ചോനെ. ഷാമോനെ, ഇത് നവാസ് വിളിക്കുന്നു. ഹലോ. ഇക്ക ആണോ? ഡിസ്ചാർജ് ആയോ? ഓ ഓക്കെ. ഓ അതന്നെ നല്ലത്. ഇക്ക ആകെ ഇടങ്ങാറായിട്ടുണ്ടാവില്ലേ? ഉമ്മ ഫോൺ വാങ്ങി. പൊന്നാര മോനെ എങ്ങോട്ട് കൊണ്ടുവന്നാളി, അല്ല അപ്പോൾ എന്താ കാട്ടുക? ഇവിടെ നമുക്ക് നിർത്താം. ഏതായാലും ഒരു കുട്ടി ഉള്ളതല്ലേ, നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. നമുക്കിപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിച്ചാൽ മതിയല്ലോ അല്ലേ? സുഖമില്ലാത്തൊരു കുട്ടി നമുക്ക് നോക്കാണ്ടെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ. ഏതായാലും അങ്ങനെ അത് സൗദിയെ പുത്തൻ വീട് തറവാട്ടിലേക്ക് കൊണ്ടുപോരുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നു. എന്നാൽ ഈ സമയം അതാ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കേസ് ഫയൽ ചെയ്യുവാൻ വേണ്ടി വിളിക്കുന്നു. ഹലോ. ഇത് ഹോസ്പിറ്റലിൽ നിന്നാണ്. സർ, ഒരു കേസ് ഫയൽ ചെയ്യണ്ടായിരുന്നു. അതായത് എനിക്ക് കിട്ടിയൊരു പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ മെഡിസിൻസ് കൊടുത്തിട്ട് ബോധം നഷ്ടപ്പെട്ട് ഒന്നും ഓർമ്മശക്തി ഇല്ലാത്ത രീതിയിൽ ആരോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഞങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. എന്തൊക്കെയാണ് അവരുടെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയത്, അതുപോലെ തന്നെ എന്തൊക്കെ മെഡിസിൻസാണ് ഉള്ളിലേക്ക് ചെന്നത്, ഞങ്ങൾ കൊടുത്തത്, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ് വിടാം. ഓക്കെ, ഞാൻ നിങ്ങളൊന്ന് ഫയൽ ചെയ്തോളൂ. കാരണം ഇതുപോലുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ഒരാളും ചെയ്യാൻ പാടില്ല. അവർക്കൊരു നല്ലൊരു രീതിയിലുള്ള ഒരു ശിക്ഷാവിധികൾ കൽപ്പിക്കുക തന്നെ വേണം. കാരണം ഇനി ഒരു ആളെങ്ങനെ കഴിഞ്ഞാൽ അവർ ഇളവ് അനുവദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാളെ ഇതിനേക്കാൾ വലുത് ഇവർ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഡോക്ടർ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിൻ്റെ ഫയൽസ് എല്ലാം അയച്ചു കൊടുത്തു നജീബ് സാറിൻ്റെ ഫോണിലേക്ക്. ഓക്കെ സർ, ഇത് മറ്റേ ഓക്കെ കുഞ്ഞിക്കതിയെ ലോക്കപ്പിലേക്ക് കാണാൻ ചെല്ലുന്നു. അതെ, സൗദക്ക് നിങ്ങൾ എന്ത് മെഡിസിനാണ് കൊടുത്തത്, ഓർമ്മയുണ്ടോ? എൻ്റെ പൊന്നാര സാറഞ്ഞപ്പോൾ അതും കൂടി കുത്തിത്തുഴഞ്ഞ് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല, ഒക്കെ സീനാണ്, എന്നോട് പറയന്നെ വേണ്ട. എത്ര വെച്ചാണ് കൊടുത്തത്, എവിടെ വെച്ചാണ് കൊടുത്തത്, എന്തിലാണ് കൊടുത്തത്, ഭക്ഷണത്തിൽ കലർത്തിയോ, ജ്യൂസിലോ, എന്താണ്? എനിക്കറിയില്ല എൻ്റെ പൊന്നാര സാറങ്ങളൊന്നും എന്നോട് ചോദിക്കില്ല, ഒക്കെ അസീനാണ്. കുഞ്ഞിക്കതിയാ വരൂ, നമുക്ക് കോടതിയിലേക്ക് പോകാം. ഇനി ഇവിടെ നിന്നാലേ ഒരുപാട് കള്ളത്തരങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരും, നിങ്ങളുടെ ശിക്ഷ കൂടുതലാവും. 1 2 അല്ലല്ലോ, എത്ര എണ്ണാണിത്?
എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്? നിങ്ങൾക്ക് മരിച്ചു പോകണ്ടേ? ഇവിടെ മാത്രമല്ലല്ലോ ജീവിതം, നാളെ അവിടെയും കൂടെ ഇല്ലേ? ഇവിടെ മാത്രം തട്ടിമുട്ടിയും ജീവിച്ചാൽ മതിയോ? ഏ ആ നമുക്ക് കോടതിയിലേക്ക് പോകാം. ഇനി അവിടെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ നിങ്ങളിൽ ഇവിടെ ലോക്കപ്പിലിട്ട് വെച്ചത് ഇനി എന്തൊക്കെ തെളിവുകൾ കിട്ടുമെന്നൊക്കെ ആലോചിച്ചിട്ടാണ്. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹസീന, ഞങ്ങൾ മോളെ ഹസീനെ, അവള് ആരുടെ കൂടെ ചാടിപ്പോയിട്ടുണ്ട്. വന്നിട്ടില്ലേ ഇപ്പോഴല്ലേ? എങ്ങനെ വരാനേ? ഇനി അവർ വരും എന്തെനിക്കറിയില്ല. പറ്റുകയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ നോക്കാം. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. നിങ്ങളെവിടെ പോയി ഒളിച്ചാലും ഇല്ലെങ്കിലും പോലീസിന് അത് കണ്ടുപിടിക്കാൻ നോ പ്രോബ്ലം. ആദ്യം നിങ്ങളുടെ വിചാരണ ഇതങ്ങോട്ട് കഴിയട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം അവളെ പൊക്കാം. ഇത് രണ്ടും കൂടി ആകുമ്പോഴേ ആകെപ്പാട് ടെൻഷനായിരിക്കും. എൻ്റെ പൊന്നാര സാറേ, എന്നെ കോടതിക്ക് എന്തിനാണ് കൊണ്ടുപോണത്? കോടതി കൊണ്ടുപോയാലല്ലേ നിങ്ങൾ ഏതൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടിയതും തെളിവുകളും കാര്യങ്ങളൊക്കെ അവിടെ നികത്താനും പറയാനൊക്കെ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടേ പറയാം. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും പറയാം. എന്താ അങ്ങനെ വേണോ? നിങ്ങൾക്കൊരു വക്കീലിനെയും വെക്കാം നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക? കുഞ്ഞിക്കതിയുടെ മനസ്സിൽ പല പല ചിന്തകൾ. 2 വള ഊരിക്കൊടുത്താലും വേണ്ടിയില്ല. വക്കീലിനെ ഒന്ന് വിളിച്ചാൽ ഞാൻ പറ്റൂല. സാറേ, നിങ്ങൾ ഫോണും തരുമോ? ഓക്കെ, ഇതാ. ഹലോ, ആൻ്റണി വക്കീലല്ലേ? പൊന്നാര ആൻ്റണി വക്കീൽ, ഇത് കുഞ്ഞിക്കതിയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? എന്ത് കുഞ്ഞിക്കതിയാ? അതെ, നിങ്ങൾ എൻ്റെ ഭാഗത്തൊന്ന് നിൽക്കണം. 2 പൊന്നിൻ്റെ വള നിങ്ങൾക്ക് ഞാൻ ഊരി തരാം. നിങ്ങൾ എൻ്റെ ഭാഗം ക്ലിയറാക്കി തരണം കേട്ടോ. നിങ്ങൾ എൻ്റെ ഭാഗം ക്ലിയറാക്കി തന്നാൽ 1.5 ലക്ഷം ഉറുപ്പ്യാണ് ഒരു പവൻ്റെ വില. 2 വളയാണ് ഞങ്ങൾക്ക് തരുന്നത്. ആ 2 വള ഞാൻ നിങ്ങൾക്കാണ് തരും അതിന് പ്രതിഫലമായിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഭാഗം കൊണ്ട് വിജയിപ്പിച്ച് തരണം. ഓക്കെ. അങ്ങനെ അതാ കോടതിയിൽ ഹാജരാകാൻ വേണ്ടിയിട്ട് ആൻ്റണി വക്കീലും എത്തുന്നു. നേരെ കുഞ്ഞിക്കതിയ സ്റ്റേഷൻ്റെ പുറത്തേക്ക്. ആൻ്റണി വക്കീലിനെ കണ്ടപ്പോൾ തന്നെ ശരിക്കും നജീബ് സർ ഒന്ന് ഞെട്ടി. ഷെർബാൻ, കളവ് മാത്രം പറയുന്ന ഒരു വക്കീൽ. അവരൊക്കെ ക്യാഷ് എറിഞ്ഞ് വിജയിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാലോ, കാരണം കുറ്റകൃത്യങ്ങൾ ചെയ്തതല്ലേ, അതിന് തെളിവുകളും ഉണ്ടല്ലോ. പിന്നിപ്പോൾ എന്താ? എന്നാൽ ആൻ്റണി വക്കീൽ കുഞ്ഞിക്കതിയെ വിളിക്കുന്നു. അവർ 2 പേരും ഒരുപാട് സമയം അവിടെ ചെലവഴിക്കുന്നു. പൊന്നാരൻ്റെ വക്കീലെ, എഴുതിക്കോളി. അത് എന്നെ സത്താറ് പീഡിപ്പിച്ചു. എഴുതിക്കോളി. സത്താറ് പീഡിപ്പിച്ചു, ഞാൻ തടഞ്ഞു. പീഡിപ്പിച്ചാൽ നിന്നപ്പോൾ അപ്പോഴത്തേന് എൻ്റെ പ്രായപൂർത്തിയാകാത്ത മോളെ ഓന് പിടിച്ചു വലിച്ച് കൊണ്ടുപോയി, കാറിലിട്ട് കൊണ്ടുപോയി. പിന്നെ എൻ്റെ സൗദ എന്നുള്ള മോളെ ഷമ്മാസ് കൊണ്ടുപോയി ഒറ്റ കാറിൽ രാത്രി ആശുപത്രിക്ക് എന്ന് പറഞ്ഞു കൊണ്ടത് വേറെ എടുക്കുകയാണ്. എഴുതിക്കോളി. പിന്നെ നവാസ്, എൻ്റെ കുട്ടീനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പീഡിപ്പിച്ചു ഒന്നും അയച്ചു കൊടുക്കാതെ, സ്വർണം പണ്ടും ഒന്നും അയച്ചു കൊടുക്കാതെ നല്ല മട്ടത്തിൽ ഓനെ പീഡിപ്പിച്ച് വേറെ പെണ്ണും കെട്ടി നടന്നു. ഇവളെ തിരിഞ്ഞു നോക്കുക ചിലവിന് കൊടുക്കുകയും ചെയ്തില്ല. ഒരു കുട്ടി ഉണ്ട്, അതിനെപ്പോലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. നല്ലോണം പീഡനം സഹിക്കാൻ വയ്യാതെ എൻ്റെ കുട്ടി അവിടെ നിൻ്റെ വീട്ടിലേക്ക് പോന്നു. എഴുതിക്കോളി. പിന്നെന്താ? ഇപ്പോൾ എൻ്റെ ഹസീനക്ക് പള്ളിയിലുണ്ടായിട്ട് ഓനെന്താ ഗുളിക കൊടുത്ത് കുഞ്ഞിനെ നശിപ്പിച്ചു. സത്താറ്, എഴുതിക്കോ. ഒക്കെ നല്ല മട്ടത്തിന് തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ അതേപോലെ ഇത്. പിന്നെ എൻ്റെ പുതിയാപ്പിള ഇനി എൻ്റെ മക്കൾക്കും ചിലവിന് തരാതെ വേറെ പെണ്ണും കെട്ടി സുഖമായി പോയി ജീവിക്കുകയാണ്. സുഖമായി പോയി ഞങ്ങളെ നോക്കുക, ഒന്നും ചെയ്യാതെ ഞങ്ങളെ ബുദ്ധിമുട്ടാക്കലും, ഇടയ്ക്കിടയ്ക്ക് കള്ള് കുടിച്ച് വന്ന് തല്ലലും ഒക്കെ ഉണ്ടായിക്കണ്. ഞങ്ങൾ കുറേ ഇടങ്ങാറായിക്കണ്. എഴുതിക്കോളി, നല്ല മട്ടത്തിൽ എഴുതിക്കോളി. പിന്നെ നപ്പം തന്നെ പിടിച്ചോളി. അപ്പോൾ തന്നെ കുഞ്ഞിക്കതിയ കൈകളിലെ ഒരു സ്വർണ്ണവള ഊരി. വക്കീൽ സാറേ, ഇത് പിടിച്ച് നിങ്ങൾ ഇത് നിങ്ങൾ വിജയിപ്പിക്കുക വേണം. വിജയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം ജയിച്ചതിൻ്റെ ശേഷം ഞാൻ തരും. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പൈസയും വേണേ കജ്ജി പിടിച്ചാൽ തരണ്ട്. ഇപ്പം എൻ്റെ അടുത്തില്ല, ഞാനത് തരണ്ട്. എൻ്റെ 2 വളയാണ് ഞങ്ങൾക്ക് വേണ്ടി. എന്തായാലും ജയിപ്പിച്ച് തരണം കേട്ടോ. ജയിപ്പിക്കാൻ ഞാൻ പറ്റൂല. ശരിക്കും ആൻ്റണി വക്കീലിന് ഒത്തിരി സന്തോഷമായി. കുഞ്ഞിക്കതിയാ, നിങ്ങളെ കാര്യം ഞാൻ ഏറ്റു. എന്നാൽ നമുക്ക് കോടതിയിലേക്ക് പോകാം. അങ്ങനെ
അങ്ങനെ അതാ കുഞ്ഞിക്കതയെ സന്തോഷത്തോടു കൂടി കോടതിയിലേക്ക് പോകുന്നു. ഏതായാലും ആൻ്റണി വക്കീലിനെ കിട്ടിയതും വലിയ ഭാഗ്യം. മൂപ്പര് എനിക്ക് എപ്പോഴും സപ്പോർട്ടായി നിൽക്കലുണ്ട്. പിന്നെ കേസും കൂട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. കോടതി എന്തായാലും എനിക്ക് സപ്പോർട്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മൂപ്പർക്ക് ഞാൻ നല്ലൊരു കടക് വള, 1 പവൻ്റെ വള, 1.5 പവൻ വരുവേക്കാറ്. അതുകൊണ്ട് ഊരി കൊടുത്തേക്കണെങ്കിൽ മറ്റേയും കൂടി ഉണ്ട്. പണ്ടും ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കുക. കോടതിയിൽ കയറിക്കാണ്ട് ജയിലിൽ കിടന്നാലേ എൻ്റെ മാനം പോവും. ആൾക്കാരെന്നെ കളിയാക്കൂലേ. ഏതായാലും പിന്നെ ആൻ്റണി വക്കീലേ അവിടെ നിൽക്കി. എന്താ കുഞ്ഞിക്കതിയ, നിങ്ങൾ നല്ല മട്ടത്തിന് പറയട്ടോ. എനിക്ക് ചിലപ്പോൾ മുണ്ടാനും പറയാനും വയ്ക്കൂല. കോടതി കയറി ഞാൻ ബെറക്കും. ബെറ ഇങ്ങോട്ട് നിൽക്കൂല. അപ്പോൾ എന്നോട് ഓരോന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരം നല്ല മട്ടത്തിൽ പറയണം കേട്ടോ. ശരിക്കും അതാ കുഞ്ഞിക്കതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു കുറ്റവിചാരണയ്ക്ക് വേണ്ടിയിട്ട്. ഒരു ഭാഗത്ത് നജീബ് സാറും അതുപോലെ ഷഹർബാനും. എന്നാൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രതികളുടെ പേരുകൾ അതിലുണ്ട്. ഒരുപക്ഷെ ഷമ്മാസിനെയും നവാസിനെയും സത്താറിനെയുമൊക്കെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ തന്നെയാലും നമുക്ക് നോക്കിക്കാണാം. പക്ഷേ സൗദിയുടെ ബോധം കൂടി തെളിഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ അവളെയും കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.